ഹൈ ഓൾ. ഇന്നത്തെ കണ്ടന്റ് മലയാളം ബിഗ് ബോസ് സീസൺ 7 കുറിച്ചിട്ടാണ്. താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ പൊക്കോ ഉള്ള ആൾക്കാർ മാത്രം എന്നാൽ വേറൊന്നുമില്ല. എനിക്ക് ഈ ബിഗ് ബോസിലെ നമ്മളുടെ കണ്ടസ്റ്റൻസിനെ കണ്ടപ്പോൾ കഴിഞ്ഞ 3 ദിവസം കൊണ്ടിട്ടുണ്ടായ അവരെ കുറിച്ച് തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ വീഡിയോ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 ഫസ്റ്റ് തന്നെ കയറിയത് കോമണർ ആയിട്ടുള്ള മിസ്റ്റർ അനീഷ് ആയിരുന്നു. ഇഷ്ടമായില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരു പരിചയമില്ല, പക്ഷെ അയാളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമായില്ല. ഭയങ്കര ചൊറിയൻ. വെറുതെ അല്ല, ഞാൻ ബാക്കി പറയണില്ല, അങ്ങോരുടെ ലൈഫിൽ പലതും നടന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങോരത് ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അയാള് എവിക്ഷനിൽ വരികയാണെന്ന് വെച്ചാല് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇയാൾ പെട്ടെന്ന് ഔട്ടായി പോവും. ഈ ആഴ്ച എന്തായാലും പുള്ളി ക്യാപ്റ്റൻ ആയത് കാരണം എവിക്ഷനിൽ കയറിയില്ലല്ലോ. ലെറ്റ്സ് സീ. അടുത്തത് അനുമോളായിരുന്നു കയറിയത്. പുള്ളിക്കാരത്തിന് നമ്മളുടെ സൂസു സ്റ്റാർ മാജിക് ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആള് മിക്കവാറും ഒരു കരച്ചിൽ ക്യൂൻ പട്ടം നേടിയെടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം പുള്ളിക്കാരത്ത് പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരു പ്രകൃതമാണല്ലോ. അത് എനിക്ക് കയറിയത് ആര്യൻ കത്തൂരിയ, പുള്ളിയായിരുന്നു. പുള്ളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആള് അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സ്ക്രീൻ സ്പേസ് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെങ്കിലും പുള്ളിക്ക് സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കാനായിട്ടൊക്കെ അറിയാവുന്ന ഒരു ഇതാണ്. അൺനെസസറി ആയിട്ടൊന്നും ഇടപെടാതെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ആളാണ്. ആര്യനെ ഞാൻ ഈ പറയുന്ന പോലെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ ഐ തിങ്ക് പിന്നെ ഹൗസിലേക്ക് കയറിയത് കലാഭവൻ സരികയാണെന്ന് തോന്നുന്നു. സരിക ആ ചേച്ചി അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് കണ്ടന്റ് കൊടുക്കാനായിട്ട് പറ്റും എന്തായാലും. ഇപ്പൊ കറന്റ്ലി എനിക്ക് തോന്നുന്നു കിച്ചണിൽ കയറിയത് കാരണം ആളൊന്ന് ഇങ്ങനെ പമ്മിപ്പോയത്. ബട്ട് പുള്ളിക്കാരത്തെ അത്യാവശ്യം നിൽക്കും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അക്ബർ ഖാനാണ്, പാട്ടുകാരനാണ്. നോർമലി പാട്ടുകാരെ ബിഗ് ബോസിലേക്ക് ഇടുമ്പോൾ എല്ലാ സീസണിലും ഈ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് ഒരു പാവം പിടിച്ച ആൾക്കാരായിരിക്കുള്ളൂ. പക്ഷെ അക്ബർ നേരെ ഉൾട്ടയാണ് കേട്ടോ. ഹി വാസ് ലൈക്ക് എന്തെങ്കിലും ഒരു കടുക് പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അത്യാവശ്യം കണ്ടന്റ് ഒക്കെ കൊടുക്കും. പിന്നെ RJ ബിൻസിയാണ് കയറിയത്. പുള്ളിക്കാരത്തേക്കും റീൽസ് ഒക്കെ കണ്ടിട്ടേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. പക്ഷെ പുള്ളിക്കാരത്തി പറയാനുള്ളതൊക്കെ സ്പോട്ടിൽ പറയുന്നുണ്ട്. ആൾക്ക് സ്പേസ് കിട്ടുന്നിടത്തൊക്കെ ആള് ഇതാക്കുന്നുണ്ട്. അല്ലാതെ അൺനെസസറി ആയിട്ടൊന്നും ഇന്റർഫിയർ ചെയ്ത് വെറുതെ ചളകുളമാക്കുന്നില്ല. പിന്നെ ഒനീൽ സാബു കൊച്ചിക്കാരനാണ്. പക്ഷെ ഞാൻ ഈ മനുഷ്യനെ അറിയത്തില്ല. ഞാനൊരു റീൽ പോലും കണ്ടിട്ടില്ല ഇങ്ങവരുടെ. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട്. ആള് ഭയങ്കര പാവം കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നി. മേ ബി ഫ്യൂച്ചറിൽ ആൾക്ക് കുറെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അറിയത്തില്ല. ലെറ്റ്സ് സീ. ദെൻ ബിന്നി സെബാസ്റ്റിനാണ് കയറിയത്. പുള്ളിക്കാരത്ത് പിന്നെ മലയാളം സീരിയൽ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി ആള് കുറച്ചാൾ ഓടും. ആളും അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ആൾക്ക് സംസാരിക്കേണ്ട സ്ഥലത്തൊക്കെ ആള് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒതുങ്ങി പിടിച്ചിരിക്കുന്നൊന്നുമില്ല. പിന്നെ അഭിലാഷാണ്. അഭിലാഷിന്റെയൊക്കെയും അവരുടെ രണ്ടാളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റീൽസ് കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. പുള്ളി പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാവുന്ന പ്രകൃതാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആള് കേറുമ്പോഴേ പറഞ്ഞു എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. എത്രമാത്രം അത് വർക്കൗട്ട് ആവുന്ന അറിയത്തില്ല. പക്ഷെ ആള് എന്തായാലും ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് കൊടുക്കും. പിന്നെ റെന ഫാത്തിമ, അതൊരു ചെറിയ കുട്ടിയാണ്. 19 വയസ്സല്ലേ ഉള്ളൂ ആ കുഞ്ഞിന്. അപ്പോ അതിൻ്റെതായ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചില ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴേക്കും ഷീസ് മെച്ചുവേർഡ് എനഫ്. ഈ പുള്ളിക്കാരത്തിനും റീൽസിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മുൻഷി രഞ്ജിത്താണ് കയറിയത്. ആള് എനിക്ക് അത്ര അങ്ങ് സൂചിച്ചില്ല. ഇച്ചിരി ഓവർ അല്ലേ എന്ന് തോന്നി. നെക്സ്റ്റ് ചില എപ്പിസോഡ് വന്നതിനൊക്കെ ആള് ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരുമാതിരി ഇരിക്കുന്നു. അപ്പൊ എന്തോ ആള് എവിക്ഷനിൽ വന്നതിന് പോവാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഇരിപ്പാണെങ്കിൽ. പിന്നെ ഗിസയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ പൊന്നടാവേ, പുള്ളിക്കാരത്ത് ഹിന്ദി ബിഗ് ബോസിൽ മറിച്ചടക്കിയിട്ട് വന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇവിടെ പുള്ളിക്കാരത്തി കപ്പ് കൊണ്ടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാം നല്ലതായിട്ട്. ഈവൻ ആൾക്ക് മലയാളം വലിയ വശമില്ലെങ്കിലും സംസാരിക്കുന്നുണ്ട്. ആളെന്തായാലും ഒരു ടോപ്പ് 5 എന്തായാലും എത്തുമായിരിക്കും. പുള്ളിക്കാരത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോയിൽ വന്നപ്പം കാണുന്നത് കേട്ടോ. പിന്നെ ശാരിക, ആളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ചൊറിയൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആള് വന്നിട്ട് അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ലാന്ന് തോന്നി. സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉരുളക്കുപ്പേര് പോലെ പക്ഷെ കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്. പിന്നെ ഷാനവാസ്, പുള്ളിക്കാരനെയും സീരിയലില് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം.
പക്ഷെ ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നെവിനെ കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെ ഇപ്പൊ ബിഗ് ബോസ് വന്നപ്പോഴാണ് അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ അറിയുന്നത്. കാരണം ഞാൻ അത്രക്ക് വലിയ സോഷ്യൽ മീഡിയ പേഴ്സൺ ഒന്നും അല്ല. ആളും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ആദില നൂറ, അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്തായാലും കട്ടയ്ക്ക് നിൽക്കും രണ്ടുപേരും. ലെറ്റ്സ് സീ, അവരും ടോപ്പ് 5 എത്രയെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ശൈത്യ, ആ പുള്ളിക്കാരത്തി ഭയങ്കര സൈലന്റ് ആയിപ്പോയി. ആള് പുറത്ത് കാണിക്കുന്ന ബഹളമൊന്നും അകത്ത് ഒന്നുമില്ല. ഒരു സേഫ് പ്ലേ പോലെ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. എനിക്ക് അത്രക്ക് അങ്ങ് സൂചിച്ചില്ല. ലെറ്റ്സ് സീ. പിന്നെ നമ്മുടെ രേണുസുതിയാണ്. പുള്ളിക്കാരത്തി കണ്ടിട്ട് കൊടുക്കും, ബിഗ് ബോസിനായിട്ട് കണ്ടന്റ് ഒക്കെ കൊടുക്കാം. പക്ഷെ എത്രമാത്രം മുന്നോട്ട് പോകുന്നു പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ വെറുപ്പൊക്കെ ഏറ്റുവാങ്ങിയിട്ടല്ലേ അകത്തേക്ക് പോയേക്കുന്നത്, അറിയത്തില്ല. പിന്നെ അപ്പാനി ശരത്താണ്. ആളും അത്യാവശ്യം ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും ഭയങ്കര ഹൈപ്പർ ആണെന്ന് തോന്നുന്നുണ്ട്. ആള് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന്. ലെറ്റ്സ് സീ ആരൊക്കെ ടോപ്പ് 5-ലെത്തും, ആരൊക്കെ ടോപ്പ് 10-ലെത്തും, നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചാനലിന്റെ ഇത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനകത്ത് എല്ലാ എപ്പിസോഡ്സും ഇടും. ഹോപ്സോ ആ പുള്ളി കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പുള്ളിയാണോ പുള്ളിക്കാരനാണോ പുള്ളിക്കാരത്താണോ ഒന്നും എനിക്കറിയത്തില്ല. ആരും ആ ഒരു ചാനലിൽ കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയൊക്കെ സീസൺസിൽ അവർ പ്രോപ്പർ ആയിട്ട് എല്ലാ എപ്പിസോഡ്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഫ് സപ്പോസ് അവർക്കത് പറ്റുന്നില്ല എങ്കിൽ അവരൊരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് സീ, ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടോ. ഓക്കെ. പിന്നെ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഇല്ലെങ്കിലും ലെറ്റ് മീ നോ.